നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. NHS ആശുപത്രികളെ ലക്ഷ്യമിട്ട് റഷ്യൻ ഹാക്കർമാർ 40 മില്യൺ പൗണ്ട് മോചനദ്രവ്യം ആവശ്യപ്പെടുന്നു. NHSന് ലാഭസേവനങ്ങൾ നൽകുന്ന സേവനദാതാവിനെ ലക്ഷ്യമിട്ട് നടന്ന ഹാക്കിംഗ് പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാവുകയാണ്. ജൂൺ 4-ന് സിനോവിസിന് നേരെ നടന്ന സൈബർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ക്വിലിൻ എന്ന സംഘമാണ് പ്രശ്നബാധിതമായ കമ്പ്യൂട്ടറുകൾ അൺലോക്ക് ചെയ്യാൻ പണം ചോദിച്ചിരിക്കുന്നത്. ഹാക്കിങ്ങിലൂടെ തട്ടിയെടുത്ത വിവരങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന ഭീഷണിയുണ്ട്. NHSും പ്രൈവറ്റ് കമ്പനിയും സംയുക്തമായി നടത്തുന്ന ഈ കമ്പനിയാണ് ബ്ലഡ്, യൂറിൻ, ടിഷ്യൂ സാമ്പിളുകൾ ആശുപത്രികൾക്കും GP സർജറികൾക്കുമായി പരിശോധിക്കുന്നത്. സൈബർ ആക്രമണത്തെ തുടർന്ന് 1100-ലധികം ഓപ്പറേഷനുകളാണ് റദ്ദാക്കിയതെന്ന് NHS വ്യക്തമാക്കി. വ്യാഴാഴ്ച പുറത്തുവിട്ട പുതിയ കണക്കുകൾ കിങ്സ് കോളേജിലെയും സെന്റ് തോമസ് ഹോസ്പിറ്റൽ ട്രസ്റ്റുകളിലെയും 1134 ഓപ്പറേഷനുകളും 2194 നിയമനങ്ങളും രണ്ടാഴ്ചയ്ക്കുള്ളിൽ റദ്ദാക്കിയതായി വെളിപ്പെടുത്തി. ഈക്കോളൈ ബാധ 86 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിനാൽ ഈക്കോളൈ ബാധയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെത്തിയ രോഗികളുടെ എണ്ണം ഇപ്പോൾ 86ആയി. കേസുകൾ മന്ദഗതിയിലായെങ്കിലും UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി ചൊവ്വാഴ്ച വരെ 45 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. UKയിലുടനീളമുള്ള മൊത്തം കേസ് 256ആയി. ഈക്കോളൈ കേസസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് നിരവധി ഫുഡ് മാനുഫാക്ചേഴ്സ് പ്രധാന സൂപ്പർമാർക്കറ്റുകളിലും റീറ്റെയിൽ ശൃംഖലകളിലും വിറ്റ സാൻഡ്വിച്ചുകൾ, സാലഡുകൾ എന്നിവ തിരികെ എടുത്തിരുന്നു. ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്ന ലെറ്റ്യൂസ് ആണ് ഈക്കോളൈ ബാക്ടീരിയയ്ക്ക് സാധ്യതയുണ്ടാക്കുന്നതെന്ന് ഫുഡ് സ്റ്റാൻഡേർഡ് ഏജൻസി പറഞ്ഞു. ഫണ്ടിംഗ് വെട്ടിക്കുറച്ചതിനെതിരെ UKയിലുടനീളമുള്ള ആയിരക്കണക്കിന് ഫാർമസികൾ പ്രതിഷേധിക്കുന്നു. ഫാർമസികൾ തങ്ങൾ നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക ബുദ്ധിമുട്ട് എടുത്തു കാണിക്കാൻ ജനാലകൾ മറയ്ക്കുകയും ലൈറ്റുകൾ ഓഫ് ചെയ്യുകയും ചെയ്തു. നാഷണൽ ഫാർമസി അസോസിയേഷന്റെ പുതിയ വിശകലനം കാണിക്കുന്നത് 2015 മുതൽ ഇംഗ്ലണ്ടിലെ 2 ഫാർമസികൾക്കും അവയുടെ പ്രവർത്തന സമയം കുറയ്ക്കാൻ നിർബന്ധിതരായിട്ടുണ്ടെന്ന് NBA റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏകദേശം 1400 ഫാർമസികൾ ഇംഗ്ലണ്ടിൽ അടച്ചുപൂട്ടി. ഓരോ ആഴ്ചയും 10 എണ്ണം അടച്ചുപൂട്ടുന്നുവെന്നും അസോസിയേഷൻ പറയുന്നു. മരുന്ന് വിതരണം ചെയ്യുന്നതിനുള്ള ചെലവ് പോലും നികത്താൻ ഫണ്ട് ലഭ്യമാകാത്തതിനാൽ ഫാർമസി സേവനങ്ങൾ വിപുലീകരിക്കുമെന്ന് പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് NBA ആശങ്കപ്പെടുന്നത്. UK സ്റ്റോറുകളിൽ വിൽക്കുന്ന നിരവധി ഹെർബൽ ടീ ഉൽപ്പന്നങ്ങളിൽ പ്രാണികളെ കണ്ടെത്തിയതായി ഫുഡ് സ്റ്റാൻഡേർഡ് ഏജൻസി. ഓസ്ട്രേലിയൻ കമ്പനിയായ കിന്ദ്ര ഫുഡ്സ് UK സ്റ്റോറുകളിൽ വിൽക്കുന്ന നിരവധി ഹെർബൽ ഉൽപ്പന്നങ്ങളിൽ പ്രാണികളെ കണ്ടെത്തിയതിനെ തുടർന്ന് മുന്നറിയിപ്പ് നൽകിയത്. TK Maxxും ഹോംസെൻസും ഉപഭോക്താക്കളോട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഉടൻ നിർത്തി പൂർണ്ണ റീഫണ്ടിനായി സ്റ്റോറുകളിലേക്ക് ഉൽപ്പന്നങ്ങൾ തിരികെ നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. ഓസ്ട്രേലിയൻ ഫുഡ് കമ്പനിയിൽ നിന്നുള്ള നിർദ്ദിഷ്ട ബാച്ചുകൾ 2024 ഏപ്രിലിനും 2024 ജൂണിനും ഇടയിൽ വിൽപ്പനയ്ക്ക് എത്തിയിരുന്നവയായിരുന്നു. നാഷണൽ സർവീസ് നിരസിക്കുന്ന കൗമാരക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടമാകുമെന്ന് ഋഷി സുനക്. ദേശീയ സേവനം ചെയ്യാൻ വിസമ്മതിക്കുന്ന യുവാക്കൾക്ക് അവരുടെ ലോൺ പോലുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് തടസ്സം നേരിടുമെന്നും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് നീക്കം ചെയ്യുമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. BBCയിലെ തെരഞ്ഞെടുപ്പ് ചോദ്യോത്തര വേളയിലാണ് സുനക് കടുത്ത നടപടികൾ വെളിപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച നാഷണൽ സർവീസ് പ്ലാൻ പ്രകാരം രാജ്യത്തെ ഓരോ 18 വയസ്സുകാരനും ഒന്നുകിൽ സൈന്യത്തിൽ ചേരണമെന്നും അല്ലെങ്കിൽ മാസത്തിൽ ഒരു വാരാന്ത്യത്തിൽ സാമൂഹിക സേവനത്തിനായി ചെലവഴിക്കണമെന്നും നിർദ്ദേശം നൽകുന്നു. യൂറോ 2024 പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് ഡെൻമാർക്കിനെതിരെ സമനില. യൂറോ കപ്പിൽ ഇംഗ്ലണ്ടും ഡെൻമാർക്കും തമ്മിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും 1-1 സമനിലയിൽ കളി അവസാനിപ്പിക്കേണ്ടി വന്നു. ഇംഗ്ലണ്ടിനായി ക്യാപ്റ്റൻ ഹാരി കെയ്ൻ 18-ാം മിനിറ്റിലാണ് ഗോൾ അടിച്ചത്. 16 മിനിറ്റുകൾക്ക് ശേഷം 34-ാം മിനിറ്റിൽ ഡെൻമാർക്കിനെതിരെ മോർഡൻ യുലൈമണ്ട് ഗോൾ സ്കോർ ചെയ്തു. യൂറോ കപ്പ് C ഗ്രൂപ്പിലെ നിർണായക മത്സരത്തിൽ ഡെൻമാർക്കിനോട് സമനില വഴങ്ങിയെങ്കിലും ഇംഗ്ലണ്ടിന്റെ നോക്കൌട്ട് സ്വപ്നങ്ങൾക്ക് തടസ്സമില്ല. ഒരു ജയവും ഒരു സമനിലയുമായി 4 പോയിന്റോടെ ഇംഗ്ലണ്ടാണ് ഗ്രൂപ്പിൽ ഒന്നാമത്. മറ്റൊരു മത്സരത്തിൽ സ്പെയിൻ ഇറ്റലിയെ 1-0 തോൽപ്പിച്ചു. ഇറ്റലിയുടെ യുവ പ്രതിരോധ താരം റിക്കാർഡോയുടെ പിഴവാണ് 55-ാം മിനിറ്റിൽ സെൽഫ് ഗോളിൽ കലാശിച്ചത്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.